ഹലോ എവരിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു കുട്ടി വ്ളോഗാണ്. അതായത് വിഷു സെലിബ്രേഷനാണ്. അങ്ങനെ വലിയൊരു സെലിബ്രേഷനൊന്നുമില്ല. നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു 3 വീട്ടുകാർ കൂടിയിട്ട് ഇന്ന് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി, നമ്മൾ കുറച്ച് സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഒരു കുഞ്ഞു വിഷു. കഴിഞ്ഞ തവണത്തെ വിഷുവിന് നമ്മൾ നാട്ടിലുണ്ടായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു. പിന്നെ നാട്ടിലത്തെ വൈബ് എന്ന് പറഞ്ഞാൽ വേറെയാണല്ലോ. അപ്പം ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പം ഞങ്ങളിപ്പോൾ റെഡി ആവുന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു പോട്ട്ലക്ക് പോലെയാണ് നടത്തുന്നത്. അതായത് നമ്മൾ 3 വീട്ടുകാർ കുറച്ച് കറികൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് അങ്ങനെയാണ് പരിപാടി. അപ്പോൾ കുറച്ച് കറികളൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോഴേക്കും നമ്മൾ റെഡി ആവട്ടെ. വിഷു ഏപ്രിൽ 14 ഒരു മൺഡേ ആയതുകൊണ്ട് നമ്മളെല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ടും നമ്മൾ തലേ ദിവസം, അതായത് സൺഡേ ആണ് ചെറുതായിട്ട് ഈ പരിപാടി കണ്ടക്ട് ചെയ്തത്. അതായത് നമ്മൾ 3 വീട്ടുകാരും കൂടെ ഒരാളുടെ വീട്ടിൽ കൂടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വളരെ ഒരു കുട്ടി വിഷു, വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ സൺഡേ ആണ് ചെയ്തത്. എന്നിട്ട് അന്ന് വൈകിട്ട് നമ്മൾ കണിയൊക്കെ വെച്ചിട്ട് മൺഡേ പിന്നെ കണി കണ്ടിട്ട് ഓഫീസിലേക്ക് പോകാമെന്നുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പറഞ്ഞു വന്നത് സൺഡേ ആയിരുന്നു നമ്മളുടെ ഈ പരിപാടി മൊത്തം. ഞാനിപ്പം കുക്ക് ചെയ്യുന്നത് ഒരു മത്തങ്ങ എരിശ്ശേരിയാണ്. പിന്നെ ഞാൻ അങ്ങനെ വലിയ ഒരു ഷെഫൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അളവ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാനും യൂട്യൂബൊക്കെ നോക്കി തന്നെയാണ് പഠിച്ചതും ഇപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പം അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ മത്തങ്ങ വേവിക്കാൻ വെച്ചേക്കാണ്. ഇനി അതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ ഞാൻ ഇങ്ങനെ പയ്യെ കാണിക്കാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, കഴിഞ്ഞ തവണത്തെ വിഷു ഓണമൊക്കെ നമ്മൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സദ്യ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വന്നു. പക്ഷേ ഈ തവണത്തെ വിഷു അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ തന്നെ കുക്ക് ചെയ്തുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് മടുക്കും. അപ്പോൾ പെട്ടെന്നൊന്ന് കൈമാറി കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റും എന്താ പറയുക, ഒരു നൊക്ലാജിയ ഫീൽസൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു വിഷു ആയിരുന്നു ഈ തവണത്തെ. അപ്പം മത്തങ്ങ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഞാനിതിൻ്റെ കണക്ക് കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം ഞാനൊരു എക്സ്പേർട്ട് ഷെഫൊന്നുമല്ല. മാത്രമല്ല ഞാനും യൂട്യൂബൊക്കെ നോക്കി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് പെട്ടെന്ന് സെറ്റാക്കാം. ഇത് ഞാൻ കുറച്ച് തേങ്ങ വറുക്കുകയാണ്. നമുക്ക് സാധാരണ ചിരകിയ തേങ്ങ ഉണ്ടായിരുന്നു, പക്ഷേ അതായത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷേ ഞാനെടുത്തത് കൗഫ്ലാൻഡിൽ നിന്ന് വാങ്ങിച്ച ഈ സംഭവമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് വറുത്ത് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. ഇൻ കേസ് ഇവിടേക്കുള്ളവർക്ക് പെട്ടെന്ന് ഇങ്ങനെ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ എരിശ്ശേരി, കാളൻ, ഓലൻ ഇതൊക്കെ ഈ സദ്യയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാട്ടോ. അതായത് നമ്മൾ വീട്ടിൽ കോമൺ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറികളല്ല ഇതൊക്കെ. എനിക്ക് തോന്നുന്നു മത്തങ്ങയും പയറും പിന്നെയും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ബാക്കിയുള്ളത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാൻ ആ വറുത്ത തേങ്ങ ഇട്ടോ, അതിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. നമ്മുടെ എരിശ്ശേരി റെഡി. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ, നമ്മൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ 2 പേരും റെഡിയായി, ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് കറികളൊക്കെ എടുത്തു വയ്ക്കണം. ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു ഉഡായിപ്പിഫിക്കേഷൻ ആയിട്ടുള്ള ഓലനാണ്. കാരണം ഇന്ത്യൻ സ്റ്റോറിൽ ചെന്നപ്പോൾ കുമ്പളങ്ങ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ഒരു ഓലനാണ്. പിന്നെ ഇത് പുളിയിഞ്ചി, അത് അത്യാവശ്യം സക്സസ് ആയ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ.
ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു കിറ്റിൽ കുറച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് എല്ലാം എടുത്ത് വെച്ചത്. പിന്നെ ഞാൻ പപ്പടമൊന്നും കാണിച്ചില്ല എന്ന് തോന്നുന്നു, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇനി എല്ലാ കറികളും കൂടെ കൂടിയിട്ട് നല്ല വിഭവസമൃദ്ധമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മളെല്ലാം എടുത്തു വെച്ചു. ഇനി നമ്മൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാണ്. വേറൊരു സംഭവം കൂടി നമുക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. പായസമാണത്. പക്ഷേ അത് നേരെ തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൈ പിടിക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ. പിന്നെ നമ്മൾ കുറച്ച് ചില്ലറയൊക്കെ എടുത്തിട്ടോ. വിഷുവൊക്കെ ആകുമ്പോൾ കുറച്ച് കൈനീട്ടമൊക്കെ കിട്ടിയാൽ നല്ല രസമായിരിക്കും അല്ലേ? അതും പ്രത്യേകിച്ച് പിള്ളേർക്ക്. നമ്മുടെ ഈ പരിപാടിക്ക് അങ്ങനെ ഒരുപാട് പിള്ളേരൊന്നുമില്ല, പക്ഷെ 2 പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് ചില്ലറയൊക്കെ എടുത്തു. ആ ഇന്ത്യൻ റുപ്പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ചുമ്മാ നൊസ്റ്റാൾജിക്ക് വേണ്ടി എടുത്ത് വെച്ചാട്ടോ, അല്ലാണ്ട് ഇവിടെ നമ്മളത് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ വലിയ കാര്യത്തിന് പാക്ക് ചെയ്തൊക്കെ പോകണം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ വേറൊരു വീട്ടിലേക്ക് കുറേ ഡിസ്റ്റൻസിൽ പോവുകയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള വീടാണ്. പക്ഷെ നമ്മൾ പാർക്കിംഗ് വഴി അപ്പുറത്തെ ബിൽഡിങ്ങിൽ കയറണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഷോള്, കയ്യിൽ പായസം. കാണില്ല മോനെ, ഇങ്ങോട്ട് നോക്ക്. കൊള്ളാലേ മിററ്. ഹായ് ഗൈസ്. വേണോ വേണോ? അങ്ങനെ നമ്മൾ ഇന്ന് വിഷു ആഘോഷിക്കാൻ പോകുന്ന സ്ഥലത്തെത്തി. ഇതാണ് ഈ വീട്ടിലത്തെ മെയിനായിട്ടുള്ള ഒരാൾ. ആളുടെ പേര് നൈതു എന്നാണ്. അപ്പം നൈതുവിൻ്റെ അമ്മേനും അച്ഛനെയൊക്കെ നിങ്ങൾ ഇനി വഴിയേ കാണും. അപ്പം അങ്ങനെ നമ്മളുടെ ഒരു കുട്ടി പരിപാടിയാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതാരാ? ഇവിടെ വിട്ടില്ലല്ലോ. സെറ്റ് അങ്ങോട്ട് നോക്ക്. ഇവിടെ നോക്ക്. ബേബി കളിക്കാണോ? ചേട്ടൻ നോക്കൂലേ? സെറ്റ് സെറ്റ്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. പറഞ്ഞോ. ഹാപ്പി വിഷു. കുട്ടൻ അപ്പറ്റേറ്റ് മത്സായത്. അയ്യോ വെയിറ്റ്, ഞാൻ വാ ഇന്നെന്നാ എന്തിനാ പോവാണോ? ഞാൻ പറയട്ടെ. അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യത്തെ വിഷുവിന് കുറച്ച് നല്ല കൂട്ടുകാരൊക്കെ കിട്ടിയിട്ടോ.
പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണി ഒരുക്കലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സൺഡേ രാത്രിയാണ് നമ്മൾ കണി ഒരുക്കുന്നത്. നാളെ മൺഡേ ആയതുകൊണ്ട് നേരെ കണിയൊക്കെ കണ്ടിട്ട് ജോലിക്ക് പോവുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണിയൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് സെറ്റൊക്കെ ചെയ്തു. പിന്നെ നാളെ രാവിലെ ചേട്ടൻ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് കണി കാണിക്കും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ.